മലയാള സിനിമ ഓഡിയൻസ് എനിക്ക് ആ ഫ്രീഡം തന്നിട്ടുണ്ട്. ബേസിലിന്റെ കൂടെ അവൻ വിളിച്ചിട്ട് പോലും ഇല്ല എന്നെ ഇതേവരെ. ബേസിൽ എന്നെ ആരാന്ന് പോലും അവൻ അറിയില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്റെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർട്ടി. ഇറ്റ്സ് സോർട്ട് ഓഫ് മെയിൽ സുപ്പീരിയോറിറ്റി അവിടെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ദേ ആർ ലൈക്ക് അമേസിങ് കപ്പിൾസ്. ദാറ്റ് ഇക്വാലിറ്റി, ദ റെസ്പെക്ട്, ദ ട്രസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരു കപ്പിൾ തമ്മിൽ ഉണ്ടെങ്കിൽ അവരുടെ ബെസ്റ്റ് റിലേഷൻഷിപ്പ്. I don't know, I just like to be childish. നമ്മളുടെ ഉള്ളിലൂടെ ചൈൽഡ് പുറത്തോട്ടങ്ങ് വരും. അല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ശാന്തി ചേച്ചി ഒരിക്കലും ഇങ്ങനെ വി ഹാവ് നെവർ തോട്ട് അബൌട്ട് യു ബട്ട് ഇറ്റ് വാസ് സോ മച്ച് ഫൺ വിത്ത് യു വർക്കിംഗ് വിത്ത് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അവള്. ശാന്തി കൃഷ്ണ ആരുടെ കൂടെ അമ്മയായിട്ടോ അമ്മായിയമ്മയായിട്ടോ ഭാര്യയായിട്ടോ എല്ലാം. ടോം ക്രൂസ് കഴിഞ്ഞിട്ട് ഞാനാ. ഉത്സവ എന്നെ തള്ളിയത് വേറെ പാറയുടെ ഇപ്പുറത്തായിരുന്നു. അപ്പുറത്ത് പാറയിൽ അവർ ഒരു പില്ലോ വെച്ചേക്കുമായിരുന്നു. ഇത് പില്ലോ ഇല്ലാത്ത സ്ഥലത്ത്. അയ്യോ എന്റെ അമ്മ ഞാൻ പേടിച്ചു പോയി. മനസ്സിലായി. നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. നമ്മൾ ചേച്ചി ഇവിടെയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളി ഗസ്റ്റ് ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ ചേച്ചീനെ ഒരുപാട് കുറേ നാളുകളായിട്ട് ചേച്ചീൻ്റെ സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചേച്ചീനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഒരുപാട് നാളുകളായിട്ട് ചേച്ചീനെ ഒന്ന് കാണണം, ഒന്ന് നേരിട്ട് കുറച്ച് സമയം ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. അദ്ദേഹം ഹായ് ഷാലോ, വരൂ ഇവിടെ ഇരിക്കാം. ഷാലോം നേരത്തെയും ചേച്ചിനെ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Like you have met me or you have just seen me? No. നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരുമിച്ച്. എവിടെ വെച്ച്? നമ്മള് ആലപ്പുഴ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട്. ചേച്ചിക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല. സോറി. അതെ, ഞാനിപ്പോ ഒരു ചെറിയൊരു സെഗ്മെന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതെയോ? റെഡിയായിട്ട് വെച്ചേക്കോ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ കുറച്ച് മൂവീസാ. അതിനകത്ത് ഇപ്പൊ ചേച്ചിനെയാണ് കാസ്റ്റ് ചെയ്യണമെങ്കിൽ കോ ആക്ടർ ഒക്കെ ആയിട്ട് ചേച്ചി ആര് ചൂസ് ചെയ്യുമെന്ന് എനിക്ക് അറിയാനൊരു കൗതുകം. അത് ശരി. പ്രേമലു മൂവിയാണ് നോക്ക്. പ്രേമലു. അപ്പൊ അതിനകത്ത് മമിത ബൈജു ചേച്ചിയാണ്. ഞാൻ ഈ പടം കണ്ടില്ലേ ചേച്ചി? ഓ, അപ്പൊ രക്ഷയില്ല. കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല. പ്രേമലു ഭയങ്കര ഫേമസ് മൂവിയാണെന്ന് അറിയാം. അതും കണ്ടു കാണില്ല. നടന്നില്ല പോലെ. എന്നെ നേരത്തെ ചോദിച്ചുകൂടായിരുന്നു എന്തൊക്കെ പടം ചേച്ചി കണ്ടിട്ടുണ്ട്, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഇട്ടാ പോരായിരുന്നോ? ഏത് പടം ചോദിച്ചാലും ഞാൻ വല്ല ഇംഗ്ലീഷ് പടം ഉണ്ടെങ്കിൽ പറ. F1 ചോദിക്കൂ. ചേച്ചി ഇപ്പൊ ലാസ്റ്റ് കണ്ട മൂവി F1 ആണ് അല്ലേ ചേച്ചി? അതെ, F1 ബ്രാഡ് പിറ്റിന്റെ കൂടെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കും. ബ്രാഡ് പിറ്റോ ടോം ക്രൂസോ ഉണ്ടോ അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചു ചേച്ചി ആ വൈബാണ്. ഇംഗ്ലീഷ് പാട്ടും അത് കണ്ടു. ഗുരുവായൂരമ്പല നടയിൽ. അതിനകത്ത് ഇപ്പോ നിഖിലാവുന്നതിന്റെ ക്യാരക്ടർ ചേച്ചിയാന്ന് ഓർക്ക്. അങ്ങനെയാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ അനശ്വര. പൃഥ്വിരാജൻ ആയിക്കോട്ടെ. എന്താ ഒരു കുറവ്? പിന്നെ എന്താ ഉദ്ദേശിച്ച മമ്മൂട്ടി മോഹൻലാലൊക്കെ പറയുന്ന വിചാരിച്ചു. എന്തുകൊണ്ട് പൃഥ്വിരാജ് ആയിക്കൂടാ? അതന്നെ. ഷാലോവിന് ചേച്ചിന് വേണ്ടല്ലോ പരിചയമില്ല. ചേച്ചി യൂത്തിന്റെ ആളാണ്. ഞാൻ ഒരുപാട് പുറകോട്ട് പോയി. നമ്മൾ സിനിമയിൽ ചേച്ചി തകർത്ത് അഭിനയിക്കുകയാണ്. അല്ല, നസീർ സാർ ഒന്നും പറയാതിരുന്നാ പോരെ? അതാണ് ഉദ്ദേശിച്ചത്. പണ്ട് പോയിന്ന്. ബോളിവുഡിലേക്ക് വിടാം. ബോളിവുഡ് ആണോ? അമിതാഭ് ബച്ചൻ. ആണോ? എനിക്ക് അമിതാഭ് ബച്ചന്റെ ഫാനാണ്. കമലഹാസൻ, അമിതാഭ്. ഇതിൽ ഒരാളെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ ചേച്ചി കട്ടയ്ക്ക് ആരെ കൂടെ നിൽക്കും? അമിതാഭ്. അത് പറ്റൂല. ഒരാള് ഒന്നെങ്കിൽ ബോംബെയിൽ കാല് വെക്കുക, അല്ലെങ്കിൽ ചേച്ചി ചെന്നൈയിൽ. ഇവര് രണ്ടുപേരും രണ്ടിലും കാല് വെച്ചിട്ടില്ലേ? പറ്റൂല. ചേച്ചിക്ക് ഇപ്പൊ ഒരു ബോട്ടിലേ കയറാൻ പറ്റൂ. ശരി, ജനിച്ച വളർന്ന് ബോംബെ ആയതുകൊണ്ട് അമിതാഭ് ബച്ചന്റെ ഇവിടെ ബോട്ടിൽ കയറി പോകും. ശരി. അല്ല, അതെന്താ പൃഥ്വിരാജിന് വെച്ചാലും ഷാലോവിന് എന്താ ബുദ്ധിമുട്ട്? ചേച്ചിക്ക് എനിക്ക് ഓക്കെയാണ്. മലയാള സിനിമ ഓഡിയൻസ് എനിക്ക് ആ ഫ്രീഡം തന്നിട്ടുണ്ട്. ശാന്തി കൃഷ്ണ ആരുടെ കൂടെ അമ്മയായിട്ടോ അമ്മായിയമ്മയായിട്ടോ ഭാര്യയായിട്ടോ എല്ലാം. പൃഥ്വിരാജന് അവനെ കൊച്ചിലെ കണ്ടിട്ട് അത് വരെ കാര്യം പോട്ടെ. അത് ബേസിലല്ലേ?
ബേസിലിന്റെ ക്യാരക്ടർ ആരാ അത് ചെയ്യുന്നത്? ചേച്ചിക്ക് 2 അടി കൊടുക്കണം എന്ന് തോന്നുന്ന അവരെ നമുക്ക് കഥാപാത്രമായിട്ട് വയ്ക്കുക, ചവിട്ടുക, ഇടിക്കുക. അങ്ങനെ നിങ്ങൾ തന്നെ പറ, നിങ്ങൾ ആരായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത്? ശാന്തികൃഷ്ണയും പിന്നെ ആരായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത്? ഡയറക്ടർ ചേച്ചി പറഞ്ഞു. എന്നാലും ഞാൻ പറയാൻ പറ്റില്ല, ഞാൻ വലിയ സ്റ്റാർ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഫ്രീഡം ഉള്ളൂ ആരെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നെന്ന്. എന്നാലും ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് 2 അടി കൊടുക്കാൻ തോന്നുന്നവരെ നമുക്ക് അപ്പൊ അപ്പൂസിനെ വെക്കാം. നമ്മുടെ പ്രോഗ്രാമിന്റെ നമുക്ക് ഡിസോർഡർ ഒക്കെ കൊണ്ടുവന്ന് പറഞ്ഞതാണ്. ബേസിൽ, അത് ബേസിൽ തന്നെ ആയിക്കോട്ടെ. ബേസിലിന്റെ കൂടെ അവൻ വിളിച്ചിട്ട് പോലും ഇല്ല എന്നെ ഇതേവരെ. ബേസിൽ എന്നെ ആരാന്ന് പോലും അവൻ അറിയില്ല. പോട്ടെ. ആണല്ലേ? ചേച്ചി അതെങ്ങനെ അറിഞ്ഞു? ബേസിൽ ചേച്ചിയോട് പറഞ്ഞു? അവനെ കണ്ടിട്ടില്ല എന്നെ, അതുകൊണ്ടാണ്. ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. ഓ, മീറ്റ് എനിക്ക് ഇഷ്ടമാണ്. ബേസിലിന്റെ പടം ഒക്കെ കണ്ടിട്ടുണ്ട്. മീറ്റ് ചെയ്ത ഒരാളാണ്. ഓ, എന്ത് ഹീസ് ജെം ഓഫ് എ പേഴ്സൺ. ഭയങ്കര നല്ലൊരു. നെക്സ്റ്റ് ടൈം കാണുമ്പോ ആണെങ്കിൽ ഞാൻ പറയാം, ഞാൻ ശാന്തികൃഷ്ണനാണെന്ന് ഫസ്റ്റ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഉടനെ ഇങ്ങനെ നിൽക്കും ബേസിൽ. ഓ, ഇങ്ങനെയാ പോണ അപ്പൊ എന്ന് പറഞ്ഞ അങ്ങനെ പോകും. അപ്പൊ പറയാം, രമ്യ പറഞ്ഞിട്ടാണ് ബേസിൽ ഇങ്ങനെ നല്ലൊരു പാവ മനുഷ്യനാണെന്ന് പറയണം കേട്ടോ, പ്രത്യേകം പറയണം കേട്ടോ. അതിനിടയിൽ ചേച്ചി, ഞാൻ വേറൊരു കഥ കേട്ടു, ചേച്ചിക്ക് നിവിൻ പോളിനെ അറിയില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഇതൊക്കെ എന്ത് പുരാണമാണ്. അതൊക്കെ ശരിക്കും ആണോ ചേച്ചി? ഇതൊക്കെ രാമായണം തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണത്, നിവിൻ പോളി. ഓ, അത് ചേച്ചി സിനിമയിൽ നിന്ന് വിട്ടു നിന്ന സമയത്തൊക്കെ എന്തോ വന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ വന്ന ന്യൂസ് ഒക്കെ ആയിരിക്കും അല്ലേ? അത് തുടക്കം ഫസ്റ്റ് എന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് പറഞ്ഞു. ഇറ്റ് വാസ് ലൈക്ക് അത്ര അവര് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് എഴുതിയതാണ്. അതായത് ഇത്രയും കാലം അവർ സിനിമയിൽ നിന്ന് ഇത്ര അകന്ന് നിന്നു, നിവിൻ പോളി പോലും ആരാന്ന് അവർക്ക് അറിയില്ലായിരുന്നു. സോ അവർ ആ അർത്ഥത്തിലാണ് എഴുതിയത്. പക്ഷെ എഴുതിയപ്പോ ആൾക്കാർക്ക് ഇങ്ങനെ എടുത്തു, നിവിൻ പോളി ആരാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമിതാഭ് ബച്ചൻ ആരാ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്, മമ്മൂട്ടി മോഹൻലാൽ ആരാ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. വാട്ട് ഇസ് എ പ്രോബ്ലം? അപ്പൊ നിവിന് പ്രശ്നമില്ല, നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് സത്യമായിട്ടും കുറെ പിള്ളേർ പുതിയതായിട്ട് വന്നു. നിവിൻ വന്നു, ടോവിനോ വന്നു, ഫഹദ്. അപ്പൊ എനിക്കൊരു പേര് കേട്ടിട്ടുണ്ട്, നല്ലത് ഇവരുടെ ഫേസ് ഒന്നും എനിക്ക് വലിയ. എന്റെ ഫ്രണ്ട്സ് ആണ് പറഞ്ഞത്, നിവിന്റെ പടമാണ്, നിവിന്റെ പടമാണ്. അയ്യോ, ഒന്ന് ചാന്തി ചെയ്യണം പോയിട്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിവിൻ പോളി? ഇവൻ അറിയില്ല നിവിൻ പോളി അവര് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു വലിയ സംഭവമായി. പക്ഷെ പിന്നെ ആ ഭാഗ്യത്തിന് നിവിൻ പിന്നെ പറഞ്ഞു, ചേച്ചി എന്താ മാം ഒക്കെ ഞങ്ങളൊക്കെ വരുന്നതിന് എത്രയോ മുമ്പേ യു ഓൾറെഡി ലെഫ്റ്റ് ദ ഫീൽഡ്. അപ്പൊ അതിന് നമ്മൾ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. Because I was totally away from Malayalam films, basically. Only Hindi, English. ഇങ്ങനെയായിരുന്നു പിള്ളേരുടെ കൂടെ ഒക്കെ കാണുന്നത്. അല്ലല്ല, നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജസും നമ്മളെ മാറ്റിക്കൊണ്ട് പോകും വേറെ ഓരോ രീതിയിലേക്കും. പക്ഷെ ആൾക്കാരുടെ വിചാരം ഇത് എനിക്കെതിരെ അറിയാം, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ദാറ്റ്സ് ഹൗ ദേ ഫീൽ. ബിക്കോസ് അവർക്ക് ഭയങ്കര ഫാൻഫെയർ ആയിരിക്കും. നിവിന്റെ അത്രയും വലിയ ഫാൻ വാങ്ങും, പെട്ടെന്ന് നിവിൻ പോളി അറിയാം അയ്യോ എന്നായിരിക്കും. സോ ദാറ്റ് ഇസ് ദേ. ഷാലോം നമ്മുടെ മൈൽ സ്റ്റോണില് പുതിയതായിട്ട് നമ്മുടെ ആങ്കർ ഹണ്ടിൽ വന്നതാണ്. എനിക്കൊക്കെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന ഒരാളാണ്. ഇനി അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ബഡിങ് സ്റ്റേജിലൂടെയുള്ള ഒരു യാത്രയിലൂടെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. രാത്രി ഉറക്കൂലാണ് കഷ്ടപ്പെട്ടിരുന്നല്ലേ? അയ്യോ, പക്ഷികള് പണ്ട് മോഹൻലാലിനെ മാറ്റിയിട്ട് ഞാൻ തന്നെ അവന്റെ ആഗ്രഹങ്ങളായിരുന്നു അതൊക്കെ. പക്ഷിയുള്ള ക്യാരക്ടർ തന്നെ വേണമായിരുന്നോ? അതെ, ഞാൻ സത്യം പറഞ്ഞ വേറെ വിഷ്ണു ലോകമൊക്കെ ദേവി എന്നൊക്കെ പറയുന്നത്. സൂക്ഷിച്ചു ഒരറ്റത്ത് ഞാൻ അമ്മ എന്നെ കണ്ണ് കാണണ്ടേ മനുഷ്യന്. പണ്ടത്തെ ഫോട്ടോ ഉണ്ട്. നിവിനല്ലേ? അല്ലല്ലോ, അത് ഞാൻ തന്നെയാ. താടിയില്ലാതെ ഞാനാ. എല്ലാ ശാന്തി ചേച്ചിയുടെ ഉള്ളത് എല്ലാ ഫോട്ടോയും എടുത്തിട്ട് അവിടെയൊക്കെ ഇദ്ദേഹത്തിന്റെ മുഖം വെച്ച് കഴിഞ്ഞ ജന്മത്തില് അഭിനയിച്ചതായിരിക്കും. അപ്പൊ ഇത്ര അധികം ശാന്തി ചേച്ചിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അതെ, അതും ചോദിക്കട്ടെ. എന്നോട് നോക്കിയ മുഖത്തേട്ട് നോക്കിയാ പോരെ. നമ്മളൊക്കെ ജനിച്ച ജനറേഷൻ മാറിപ്പോയി. മുമ്പ് സീൽ ചെയ്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താ പറഞ്ഞ കേട്ടാ? ജനറേഷൻ മാറിപ്പോയിനെ, അതല്ലേ പറ്റിപ്പോയത്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ചേച്ചി റെഡിയാണ്. അപ്പൊ ചേച്ചി മൈൽ സ്റ്റോണിലേക്ക് ആങ്കർ ആയിട്ട് വെക്കാം അല്ലേ? കേട്ടില്ല, കൺഫേം അല്ലേ? ഇതൊന്ന് കട്ട് ചെയ്ത് ചേച്ചി പറഞ്ഞിട്ടില്ല, ഞാനാണ് ഇതെല്ലാം പറയുന്നത്. ചേച്ചിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിരിച്ചതിന്റെ റെഡിയാവും എന്റെ അർത്ഥം. ഒന്നും പറയാൻ പറ്റൂല. ഇത് ഈ പിക്കൂടി ഒന്ന് എഡിറ്റ് ചെയ്യണുണ്ടായിരുന്നു. ഇതേതാ? ഓ, അത് എഡിറ്റ് ചെയ്താല് വിഷയല്ലേ? മണിച്ചിത്രത്താഴ് ഇവിടെ വരും. ഒരു മുറൈ വന്ന് പാത്തായോ എന്ന് പറഞ്ഞു വരും. ചേച്ചി സോഫയൊക്കെ എടുത്തെറിയും. അതെ അതെ. ആ ഡയലോഗ് വെച്ചാണ് ചേച്ചി. എന്താണ് വിടപാട്ടെ?
എന്ത് ആക്റ്റീവ് ആണെന്ന് നോക്കിക്കേ ശാന്തി ചേച്ചി. ഞാൻ പോണേ. ചേച്ചി കുട്ടികളെ ഇങ്ങനെ പേടിപ്പിക്കാറുണ്ടോ കൊണ്ടൊക്കെ ഇങ്ങനെ വെച്ച്? എനിക്ക് വട്ടാന്നേ എന്റെ മക്കൾ എന്റെ അടുത്ത് പറയാറുള്ളൂ. ഞാൻ ഇതെങ്ങനെയൊക്കെ തന്നെയാണ്. ആ, എന്ത് ചെയ്യാൻ പറ്റും? ഐ ഡോണ്ട് വാണ്ട് ടു ചേഞ്ച്. ഐ ലൈക്ക് ദിസ്. ഡോണ്ട് യു ലൈക്ക് മീ ലൈക്ക് ദിസ്? യെസ്, this is the best ചേച്ചി. ഞാൻ പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോ ചേച്ചിയുടെ ഇന്റർവ്യൂ ഓരോന്നും കാണുമ്പോഴേക്ക് എന്ത് ടോക്കറ്റീവാ, എന്ത് I don't know. I just like to be childish. You know, നമ്മളുടെ ഉള്ളിലുള്ള ചൈൽഡ് പുറത്തോട്ടങ്ങ് വരും. അതാണ് ചേച്ചിക്ക് പ്രായമാവാതെ എപ്പോഴും സ്റ്റിൽ ഇങ്ങനെ യങ് ആയിട്ട് ഇരിക്കേണ്ടത്. ദാറ്റ്സ് ദ സീക്രട്ട്. അതാണ് സീക്രട്ട്. ഞാനിപ്പോ എന്താ ചെയ്യാ? അല്ല, നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്? നിങ്ങൾ പോയിക്കോളി. നിനക്ക് താങ്ക് യു. അപ്പൊ ഇത് ശാലമൻ ഇവിടെ വെക്കണ വേണ്ടെന്നൊക്കെ ചേച്ചിയായിട്ട് ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ. നരക്കിടാം. എഡിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, ഒന്നുകൂടെ എഡിറ്റ് ചെയ്യട്ടോ. വേറെ ഏത് പടത്തിലാണ് ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ പോകുന്നേ? ഇനി വേറെ ഏതാ ഒറിജിനൽ ആയിട്ട് തന്നെ അഭിനയിക്കുകയാണെങ്കിൽ അതാണ് ഓക്കെയാണ്. എഡിറ്റ് ചെയ്യണ്ടല്ലോ. എന്നാ നീ സിനിമയും കൊണ്ടോ ചേച്ചി? അതാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതില് വേറെ കോസ്റ്റാർ വേണമെങ്കിൽ ചേച്ചി ആരെയാണ് വിളിക്കുക? ഇതില് അപ്പൊ എപ്പോഴെങ്കിലും ഇവന്റെ പേര് പറയുന്നേ, അയ്യോടാ പാവമേ, എന്നാ പിന്നെ നമുക്ക് ആ ഗുരുവായൂർ അമ്പലത്തിന്റെ നീ കഴിച്ചോ, പൃഥ്വിരാജിനെ മാറ്റി ഞാൻ സെക്കൻഡ് പാർട്ടി പിടിക്കാം. സെക്കൻഡ് പാർട്ടി. ശരി, ആഗ്രഹങ്ങളൊക്കെ നിരവേറി. ശരി മോനെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ. ഞാനിപ്പോ അവനെ പിടിച്ചപ്പോഴേ അവനൊരു പേടി, ഞാൻ ഇങ്ങനെ പിടിച്ചു. അതിപ്പോ ചേച്ചി കണ്ടിട്ട് പേടിച്ചല്ലേ? വിടമാട്ടെ, കൊച്ചു പേടിച്ചു പോയി. എന്നാലും ഈ ഇന്റർവ്യൂ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്റർവ്യൂ ഫുൾ നിങ്ങൾ കാണണം. മെഡലിൽ പോകരുത്. ശാന്തി കൃഷ്ണയുടെ വ്യത്യസ്ത മുഖഭാവങ്ങൾ, ഒറിജിനൽ ശാന്തി കൃഷ്ണ എന്തൊക്കെയാണ്? ഒറിജിനൽ എനിക്ക് വേറെ മുഖമൊന്നുമില്ല. സിനിമയിൽ അഭിനയിക്കുമ്പോ ക്യാരക്ടറിനനുസരിച്ച് മുഖം മാറും എന്നല്ലാതെ നേരിട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ എന്ത് കാണിക്കുന്നു അത് തന്നെ വീട്ടിൽ കാണിക്കുന്നു. എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് ചേച്ചി അപ്പൊ ശരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് കുറി തൊട്ട് ഒതുക്കമുള്ള ഭാര്യയായിട്ടും ഒതുക്കമുള്ള മകളെ കേട്ട് അഭിനയിക്കുമ്പോ ചേച്ചി എത്ര സഫോക്കേഷൻ ആയിരിക്കും ചേച്ചി അനുഭവിച്ചിട്ടുണ്ടാവുക. കറക്റ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാല് ഇപ്പോഴാണ് കേട്ടോ അങ്ങനെ ആയത്. പണ്ട് ഐ വാസ് നോട്ട് ലൈക്ക്, ബിക്കോസ് മേ ബി ആ ഒരു പ്രായത്തിന്റെയും ഒരു കോൺഷ്യസ് ആയി നമ്മൾ നിൽക്കുമ്പോ നാച്ചുറലി അങ്ങനെ സെറ്റിൽ പോയി വി വോണ്ട് നോ. ഇപ്പോ അങ്ങോട്ടും നോക്കണ്ട ഇങ്ങോട്ടും നോക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ. അപ്പൊ ആ സ്റ്റൈൽ വരുമ്പോ പിന്നെ ആൾക്കാർ നമ്മൾ ആ രീതിയിൽ കാണുന്നതും ഒരു ലെജൻഡറി ആക്ടർ, അങ്ങനെ റെസ്പെക്ട്, അങ്ങനെ ആ രീതിയിലൊക്കെ വരുമ്പോ നമുക്ക് പേടിക്കാനോ അല്ലെങ്കിൽ ചമ്മിക്കാനോ അങ്ങനെ ഒന്നുമില്ല. സോ ഐ എം ലിവിങ് മൈ ലൈഫ് ഇൻ ദ സെൻസ് ഐ എം ഹാപ്പി. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഇൻഫാക്ട് പാലും പഴവും പടം ചെയ്യുമ്പോഴും മീരയായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, മീര ജാസ്മിനെ എന്റെ മോളായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ആ സെറ്റിൽ പോയപ്പോഴും ഷി വാസ് ലൈക്ക് ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ മാം ഹലോ, അപ്പൊ ഞാനും ഹലോ. പിന്നെ ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ പിന്നെ തുടങ്ങി എന്റെ സ്ഥിരം പണി. അവള് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മാം ഇങ്ങനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ യു ആർ ജസ്റ്റ് ലാഫിങ് ഓർ ടോക്കിങ് ഓർ മേക്കിംഗ് ഫണ്ണി ഓർ. സോ അവരും VKPയും കൂടെ ഇങ്ങനെ സംസാരിക്കുക, ഇവരിങ്ങനെയാണ് ഇങ്ങനെ. അപ്പം പറയാം, ഞാൻ പറയും എന്താ കുച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മുമ്പിൽ വെച്ച് പറയാന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ശാന്തി ചേച്ചി ഒരിക്കലും ഇങ്ങനെ വി ഹാവ് നെവർ തോട്ട് അബൌട്ട് യു, ബട്ട് ഇറ്റ് വാസ് സോ മച്ച് ഫൺ വിത്ത് യു എന്ന്, വർക്കിംഗ് വിത്ത് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അവള്. കാരണം ഇതിൽ സീനിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ കാണിച്ച് പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോ അങ്ങോട്ട് പോകും. ഇവര് ഇങ്ങനെ നോക്കും. അല്ല, ഇതൊക്കെ കാണുമ്പോ എനിക്ക് തന്നെ ചേച്ചി മുർവശി ചേച്ചി നിങ്ങൾ കട്ടക്ക് നിന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു സിനിമ വരണം, എന്ത് രസമായിരിക്കും. അങ്ങനെ കട്ടക്ക് നിൽക്കും, കോമ്പറ്റീഷനോട് കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ. അതെ, അരവിന്ദന്റെ അതിഥികളെ വേറെ ആയി. അവള് വേറെ സീൻസിലായിരുന്നു, ഞാൻ വേറെ സീനിലായി പോയി. ലാസ്റ്റ് ഒറ്റ സീനില് മാത്രമേ ഉള്ളൂ. അത് കട്ടക്ക് ഇങ്ങനെ നിക്കണം, നിങ്ങൾ ഇടിച്ചിടിച്ച് നിൽക്കും. അങ്ങനെ ആരെങ്കിലും എഴുതാൻ പറ കഥ. അതെ, ഇതെങ്കിലും കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ഐഡിയ എടുത്ത് എഴുതൂ പ്ലീസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രണയം വിവാഹത്തിന് മുമ്പും ശേഷവും രണ്ടും രണ്ടാണ്. എന്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. സോ ഇറ്റ് ക്യാൻ ചേഞ്ച്, ഇറ്റ് ക്യാൻ അല്ല മോസ്റ്റ്ലി ചേഞ്ച് ആവും. ജനറലി വ്യത്യാസം തന്നെ ഉണ്ട്. നമ്മൾ വിവാഹത്തിന് മുമ്പേ കാണുന്ന പ്രണയം, അതുകൊണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് ആർക്കും they don't want to marry. ബിക്കോസ് ആ ഒരു ഫിയർ വരുന്നുണ്ടെന്ന് തോന്നുന്നു അവരുടെ മൈൻഡിൽ. യുനോ ലൈക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ എന്റെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർട്ടി. അവരവിടെ അങ്ങനെ നിന്നോളും, നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ ഒന്നും പറയൂല. ഇറ്റ്സ് സോർട്ട് ഓഫ് മെയിൽ സുപ്പീരിയോറിറ്റി അവിടെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇന്നത്തെ ജനറേഷൻ ഐ ഡോണ്ട് നോ, ബിക്കോസ് ബോത്ത് ആർ വെരി ഈക്വൽ. അവർ തോട്ട് പ്രോസസ് എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. പക്ഷെ നമ്മളൊക്കെ ഇൻഫാക്ട് എന്റെ ജനറേഷൻ, അമ്മയുടെ ജനറേഷൻ ഇസ് ടോട്ടലി ഡിഫറെന്റ്.
എൻ്റെ ജനറേഷനൊക്കെ വരുമ്പോഴേക്കും ദിസ് വാസ് എ തോട്ട് പ്രോസസ്. അതായത് കല്യാണത്തിന് മുമ്പ് പ്രേമം ഒക്കെ ഇറ്റ്സ് എ ഡിഫറെന്റ് സിനാരിയോ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളത് ഇറ്റ് ചേഞ്ചസ്. കാരണം ആ ഭാര്യമാര് ഒക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ നമുക്കറിയാം. ബിക്കോസ് മെൻ സോർട്ട് ഓഫ് ദേ ഫീൽ ഇവർ എൻ്റെ പ്രോപ്പർട്ടി, ഇവിടെ എപ്പോൾ ചെന്നാലും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, യുനോ ദാറ്റ് ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ടെന്നാണ് എനിക്ക്. ഐ ഹാവ് ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ്, സോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതെത്രയാന്ന് പറഞ്ഞാലും നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ബിക്കോസ് അതിന് മുമ്പ് ജസ്റ്റ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുറകെ നടക്കുക, അല്ലെങ്കിൽ ഓൾ ദാറ്റ് വിൽ ബി ലൈക്ക് അവരെ ഇംപ്രസ് ചെയ്യാനും. ദാറ്റ് ഈസ് വെരി വെരി ട്രൂ. അതേ നമ്മൾ പിന്നീട് കല്യാണത്തിന് ശേഷം കുറച്ചു കാലം ദേ വിൽ കണ്ടിന്യൂ. പക്ഷെ അതിനുശേഷം ഇറ്റ് സോർട്ട് ഓഫ് ചേഞ്ചസ്. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ ഞാൻ കണ്ടിട്ടുള്ള കുറെ കപ്പിൾസ് ഉണ്ട്. ഇൻഫാക്ട് എൻ്റെ വീട്ടിൽ തന്നെ ദേ ആർ ലൈക്ക് അമേസിങ് കപ്പിൾസ്. ആ രീതിയിൽ ഇന്നത്തെ പിള്ളേർ കൂടുതൽ ചിന്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഈക്വാലിറ്റി, ദ റെസ്പെക്ട്, ദ ട്രസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരു കപ്പിൾ തമ്മിൽ ഉണ്ടെങ്കിൽ അവരുടെ ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. പണ്ട് ആൾക്കാർക്ക് എപ്പോഴും അതൊരു എന്താ പറയാ, അവര് ഒരു ഇത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഞാനിത്, ഓക്കെ നീ ആ ലെവലിൽ നിന്നാ മതി, ഞാനാണ് ഇവിടുത്തെ സുപ്പീരിയർ ഇത് എന്നുള്ള ഒരു പ്രൊപ്പഗാൻഡ പോലെ സംതിങ് അല്ലേ. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് എന്നുള്ള ഒരു സംഭവമാണ് അവിടെ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറയുന്ന ഇത് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വാലിറ്റി വെച്ച് തന്നെയും നമ്മൾ സ്നേഹിക്കാൻ നിന്ന് കഴിഞ്ഞാലും അവിടെ തെറ്റിദ്ധരിക്കപ്പെടും. വേണ്ട, സംഭവം അവരുടെ ഒരു സുപ്പീരിയോറിറ്റി അവിടെ നിൽക്കും, അവരുടെ ഈഗോ അവിടെ പ്രശ്നമാവും. സംഭവം അത് മോളെ, ബേബി, ബേബ്സ്, ഹണി എന്നൊക്കെ പിന്നെ എളിപ്പൊടിയെന്നായി പോകും. ദാറ്റ് ഈസ് വാട്ട് ഐ ഡോണ്ട് ലൈക്ക്. യുനോ ആ ഒരു റെസ്പെക്ട് എവിടെ പോകുന്നു? റെസ്പെക്ട് അല്ല, ഒരു സ്നേഹം എവിടെ പോകുന്നു? എന്തിനാ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എടാന്നോ വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഭർത്താവിന് യു ആർ നോട്ട് കോളിങ് എടാ പോടാ പാടാ. അവര് പക്ഷെ എടി ഇവര് കൊണ്ടുപാടി വൈ? ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. ദാറ്റ് ഇസ് ബാഡ്. ഓക്കെ, സിനിമയിൽ അന്ന് ഭംഗിയും ഭാഗ്യവും നിർബന്ധമായിരുന്നു ആണ്? വെൽ, ടു സം എക്സ്റ്റെന്റ് ഐ തിങ്ക് സോ. കാരണം ഇന്നത്തെ പോലെ അല്ല അന്ന് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ക്ലീഷേഡ് ആണെന്ന് തന്നെ പറയാം. ഇപ്പൊ ഒരു ഡോക്ടർ ക്യാരക്ടർ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇന്നും ചിലപ്പോൾ ചില പേര് പറയും അയ്യോ അല്ല കണ്ട ഒരു ഡോക്ടറിനെ പോലെ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ഡോക്ടറിനെ പോലെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ? പക്ഷേ സിനിമയിലെ കാണിക്കുമ്പോൾ അവർക്ക് അന്നത്തെ ഇതിലൊരു കണ്ണാടി ഉണ്ടാവും, ഒരു സെറ്റ് ഉണ്ടാവും, വൈറ്റ് കോട്ട് അല്ലെങ്കിൽ വൈറ്റ് കോട്ട് ഇങ്ങനെ, അതൊരു കോൺസെപ്റ്റാണ്. ടീച്ചർ ഒരു കൊട, ഒരു ബുക്ക്, ഒരു ബാഗ്, അത് കോസ്റ്റ്യൂമർ 100% ആർട്ട് ഡയറക്ടറും അവർ ഇതൊക്കെ തന്നെയാണ് പ്രോപ്പർട്ടി വാങ്ങിച്ച് വെക്കുന്നത്. നമുക്ക് തന്നെ അറിയാം. ടീച്ചർ ആണെങ്കിൽ മുടി ഒന്നുകിൽ കൊണ്ടയായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പിന്നെ ഹീറോയിൻ, ഹീറോ എന്നൊക്കെ പറയുമ്പോൾ ദേ ഷുഡ് ഹാവ് ദാറ്റ് സം സോർട്ട് ഓഫ് ക്വാളിറ്റീസ്. ആ ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ അവർ ഹീറോയിൻ മെറ്റീരിയൽ അല്ല, ഹീറോ മെറ്റീരിയൽ അല്ല എന്ന് പറയും. പക്ഷെ ഇന്ന് അതില്ല. ബിക്കോസ് കുറേ കൂടെ റിയാലിസമിലോട്ടൊക്കെ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് നമ്മളൊരു പടം കാണുമ്പോൾ ദേ ഷുഡ് ഫീൽ ദാറ്റ് നമ്മളും ഈ ക്യാരക്ടർ ചെയ്യുന്നത് നമ്മളുമായിട്ട് അത് ഒന്ന് നമ്മൾ എന്താ പറയാ ഈ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ബ്രിങ് ഇൻ പീപ്പിൾ ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അവർ ആപ്റ്റായിട്ട് തോന്നുവാണെങ്കിൽ ദേ ജസ്റ്റ് ഓഡിഷൻ ചെയ്തിട്ട് ദേ ഡു ഇറ്റ്. പണ്ട് നിങ്ങൾക്ക് ഓഡീഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരു എഴുതുവാണെങ്കിൽ ആ ക്യാരക്ടർ ഇപ്പൊ ശാന്തി തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർ ഡയറക്ടർ വന്ന് ശാന്തിനെ തന്നെ വിളിക്കും. അപ്പൊ നമുക്കറിയാം ഏകദേശം ഇതുപോലത്തെ ക്യാരക്ടർ ശാന്തിക്ക് തന്നെ പോകുന്നു, അല്ലെങ്കിൽ ജലജ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അംബിക കുറച്ച് ഗ്ലാമർ ആണെങ്കിൽ അംബിക എടുത്തിട്ട് പോകും. സോ ഇറ്റ് വാസ് വെൻ വി ഹാഡ് അവർ സ്പേസ്, ദർ വാസ് അങ്ങനെ ഒരു കോമ്പറ്റീഷനോ അതൊന്നുമില്ല. സോ അത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ചേച്ചി ഇപ്പോഴും ചേച്ചി എന്താ പറയാ, സുരേഷ് കൃഷ്ണ ചേച്ചിയുടെ ബ്രദർ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള. ചേച്ചി ഇന്ന് വരേക്കും അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചേച്ചി എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ എന്താ എന്നെ വിളിക്കാത്തേന്നോ അല്ലെ? ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ചേട്ടൻ്റെ പടങ്ങളിൽ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് ചേട്ടൻ ബിസി ആയിരുന്നു. പിന്നെ ആ സമയമാകുമ്പോഴേക്കും ഞാൻ സിനിമയിലില്ല. ചേട്ടന് കുറെ പടങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ സിനിമ വിട്ടു, കല്യാണം കഴിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടനെ എവിടെ വിളിക്കാനാ? പിന്നെ ആ സമയത്ത് ഞാൻ ഭാഷ ഒക്കെ കാണുമ്പോൾ അതിന്റെ സെറ്റിൽ പോയിട്ടുണ്ട്, രജനീകാന്ത് സാറിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തോട്ട് പോയിട്ടില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് ദെയർ ഇൻ ദ ഇൻഡസ്ട്രി ഓൾസോ. അതുമുണ്ട്. മേ ബി ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ വിളിച്ചേനായിരുന്നു ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിന്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് മിസ് ചെയ്ത് പോയതാ. ചെയ്യാം. അതെ, അല്ല നിങ്ങളുടെ ഫാമിലിയിൽ എപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ലേ, ഓക്കെ ഒരാൾ ഡയറക്ടർ ഒരാൾ ആക്ടർ, അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണം
അങ്ങനെ ഒരു പ്ലാനിങ്ങിലും പോയിട്ടുണ്ടാവില്ലേ? ഇല്ല, അങ്ങനൊന്നുമില്ല. അത് ഞങ്ങള് നോർമൽ ഹൗസ് ഹോൾഡിലെ ആൾക്കാർ എങ്ങനെ ചേട്ടൻ അനിയത്തിയൊക്കെ ഉണ്ടാവും അതുപോലെയൊക്കെ ഈ സിനിമയുടെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക, നമ്മളൊരു ക്യാരക്ടർ ഞങ്ങൾ ഡിസ്കസ് അതൊന്നുമില്ല. ഓക്കെ. കാരണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞതുപോലെ ഒരു കരിയർ ആക്കാനോ ഒന്നും വന്നതല്ല സിനിമയിൽ. ഇറ്റ് ജസ്റ്റ് കെയിം ടു മീ. എനിക്ക് അങ്ങനത്തെ റോള് വന്നു, ഞാൻ ചെയ്യാൻ തുടങ്ങി, കണ്ടിന്യൂ ചെയ്തു. അത് അങ്ങനെ എൻ്റെ ഒരു കരിയറായി മാറി എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് എനിക്ക് അത് ബ്രേക്ക് എടുത്തു എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ പറഞ്ഞ എടുത്തതൊന്നും അല്ല, എൻ്റെ ലൈഫ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ്. അല്ലാതെ ഞാൻ ബ്രേക്ക് മനപ്പുറം 4 പടം ചെയ്തിട്ട് ബ്രേക്ക് എടുക്കാം, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും 90s വരാം, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മളൊക്കെ അത് ലൈഫ് ജസ്റ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സിനിമയെ കുറിച്ച് അയ്യോ നമുക്ക് സിനിമ കിട്ടിയില്ലെങ്കിലോ ആ ടെൻഷൻ ഇപ്പൊ ഉണ്ട് കേട്ടാ, പണ്ടില്ലായിരുന്നു. ഇപ്പൊ എന്തിനാ അങ്ങനെ ടെൻഷൻ? പണമില്ല. അന്നേരം ടെൻഷൻ അടിച്ചിട്ടേ ഇല്ല, അന്നേരം വേറെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു അല്ലേ? ഇപ്പൊ നമുക്ക് ബോറടിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ല ക്യാരക്ടർ ആഗ്രഹം. അങ്ങനെ ചേച്ചിയുടെ ചെയ്ത സിനിമകളിലെ സുഹൃതം പറയാണ്ടിരിക്കാൻ, ചേച്ചി രണ്ടാമത് നയം വ്യക്തമാക്കുന്നതിലൂടെ വന്നതിന് ശേഷം ആ ഒരു യാത്രയിലൂടെ ചേച്ചി ചെയ്ത ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചേച്ചി തേടിയെത്തി. ആ ചേച്ചി തൊട്ട് മുന്നേ പറയുകയും ചെയ്തു അതിന് വേണ്ടിയിട്ട് ചേച്ചി എടുത്ത എഫേർട്ട്, അല്ലെങ്കിൽ ആ കഥാപാത്രമാവാൻ ചേച്ചി മാറിയിരുന്ന ആ പ്രിപ്പറേഷൻസും കാര്യങ്ങളും. സുഹൃതത്തിലെ ക്യാരക്ടറിനെ കുറിച്ചും കൂടെ പറയാൻ ചേച്ചി, അത് വന്നതും അതിൽ ചേച്ചി ചെയ്തതും ആ സമയത്ത് എന്തോ അല്ലേ ചേച്ചിക്ക് എന്തോ ഒരു ആക്സിഡന്റ്, അതല്ല വേറെ സുഹൃതോ അതെ വേറൊരു സിനിമയുടെയും സെറ്റ് ഷൂട്ടിംഗ് സമയത്തോ തമിഴ് പടത്തിലെ മറ്റേ കണ്ണാടി പൊട്ടിയത് ഫസ്റ്റ് പടം നിദ്രയിലെ തൊട്ടേ എനിക്ക് മുള്ളുവേലിയില് കൈ കൊണ്ടിട്ട് മുറിഞ്ഞ് അതൊക്കെ സ്റ്റിച്ചസ് ആണ് കയ്യില്. ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ടോ? സ്റ്റാർട്ടിങ് പടത്തിൽ ഞാൻ വെരി ആക്സിഡന്റ് പ്രോൺ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ. ആണോ? ഫസ്റ്റ് പടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിദ്രയില് ഈ മറ്റെന്താണ് തീക്കോയ് ഷൂട്ടായിരുന്നു. അപ്പൊ ആ റബ്ബർ എസ്റ്റേറ്റിൽ ഇങ്ങനെ സ്ലോപ്പിൽ ഓടി വരണം. അപ്പൊ ഈ 16-17 വയസ്സിലെ ഐ വാസ് നോട്ട് ഈവൻ സാരിയൊക്കെ ഉടുക്കുന്ന ഒരു ശീലമില്ലല്ലോ. അപ്പൊ അതിൽ സാരി ഉടുക്കുകയും വേണം. രാജു എന്ന് പറഞ്ഞ വിജയമേനന്റെ ക്യാരക്ടർ ചേട്ടനെ കൊല്ലാനായിട്ടുള്ള ദേഷ്യത്തിൽ അങ്ങനെ ഇറങ്ങി ഓടണം. ആൻഡ് ഹീ റൺസ് വെരി ഫാസ്റ്റ്. പുള്ളിയാണെങ്കിൽ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും. ഇപ്പൊ താഴെ ക്യാമറ, അതിന്റെ പുറകെ ഞാൻ രാജു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് ഓടണം. അപ്പൊ ഐ ഹാവ് ടു ക്യാച്ച് അപ്പ് ടു ഹിം. അത് വന്ന സമയത്ത് എൻ്റെ കാലിൽ അടിയിൽ ഇങ്ങനെ സാരി ഇങ്ങനെ കുരുങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ വീണു. അപ്പൊ ഐ കോട്ട് ദ സൈഡ് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻസ്റ്റിങ്ക്റ്റില്. അത് പിടിച്ചത് മുള്ളുവേലിയായിരുന്നു. അപ്പൊ അതിങ്ങനെ പിടിച്ചിട്ട് ഇന്റൻസ് പെയിനില് നമുക്ക് പെയിൻ മനസ്സിലാവില്ല എന്ന് പറയില്ല അതുപോലെ. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് പതുക്കെ എനിക്കിങ്ങനെ നോക്കുമ്പോ കൈ മൊത്തം ബ്ലഡ്. അപ്പോഴാണ് അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ വന്ന് ഓടി വന്ന് അപ്പോൾ തോർത്തൊക്കെ പിടിച്ച് കെട്ടി അവിടെ നിന്ന് കോട്ടയം വരെ വരണമായിരുന്നു ഫോർ എ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ നിന്ന് കുറെ കാറി കയറി അവിടെ പോയി സ്റ്റിച്ചാണ്. പിന്നെ ഇവിടെ അന്നൊക്കെ ഫസ്റ്റ് പടം ആയതുകൊണ്ട് ആർക്കും ശാന്തികൃഷ്ണ ഒന്നും അറിയില്ലല്ലോ. അവിടുത്തെ നേഴ്സ് ആണെങ്കിൽ എന്നെ ചീത്തയോട് ചീത്ത. ഞാനിങ്ങനെ ചവിട്ടുക തന്നെയാണ് അവരെ. കാരണം അവര് ഇത് കറക്റ്റായിട്ട് എന്താ പറയാ അനസ്തീസി ശരിക്കും മരവിക്കാതെ ദേ സ്റ്റാർട്ടഡ് സ്റ്റിച്ചിങ്. ഇറ്റ് ഹേർട്ട് മീ. അപ്പൊ ഞാൻ അയ്യോ എന്നൊക്കെ പറയാം ഒരു ഒറ്റ ചവിട്ട്. അവര് ടിപ്പിക്കൽ നേഴ്സ്. എന്താ കൊച്ചി എന്താ കയ്യൊന്നും വിരലൊന്നും വേണ്ടേ ആ സ്റ്റൈലായിരുന്നു. ഞാൻ പറഞ്ഞു ദൈവമേ ഇവര് ലിറ്ററലി ലൈക്ക് സോ ആംഗ്രി. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ഫസ്റ്റ്. എന്നിട്ട് ബാൻഡേജ്ഡ് ആയിരുന്നു. എന്റെ പ്രൊഡ്യൂസറിന്റെ മോളുടെ കൈയിന്റെ ഡൂപ്പായിരുന്നു ക്ലൈമാക്സിൽ. ആണോ? എന്റെ കൈ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് പടം. രണ്ടാമത് ആക്സിഡന്റ് വരുന്നത് സുഹൃതത്തിലാണ്. അല്ല ചിന്നമുൾ പെരിയമുൾ എന്നൊരു തമിഴ് പടം. ആ തമിഴ് പടത്തില് സ്റ്റണ്ട് മാൻ ഹി ഹാഡ് ടു ഡു. എന്റെ ബാക്കി സംഭവം പുള്ളിയാണ് ചെയ്യേണ്ടത്. അതായത് അതിലൊരു ബ്ലൈൻഡ് ഗേൾ ക്യാരക്ടറാണ് എന്റെ. അപ്പൊ അതില് വില്ലൻ കൊല്ലാനായിട്ട് വരുവാണ് ഇവിടെ എന്റെ ക്യാരക്ടറിന്റെ. എന്ന് വെച്ചാൽ അയാളെ കുറിച്ച് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹീസ് ദ വൺ ഹു കിൽഡ് ഹെർ ഫ്രണ്ട്. അപ്പൊ അത് ഇവൾ മാത്രമേ ഉള്ളൂ വിറ്റ്നസ്. അപ്പൊ ഈ വിറ്റ്നസിനെ കൊല്ലണം. അപ്പൊ അവൻ അതിനു വേണ്ടി ഹീസ് കമ്മിങ്. അപ്പൊ അയാൾ അകത്ത് കയറി വരുമ്പോൾ ഇവൾ ബ്ലൈൻഡും കൂടി ആവുമ്പോൾ വീടിനകത്ത് ഇങ്ങനെ ഷീ നോസ് ഹൗ ദ പ്ലേസ്. പക്ഷെ എന്നാലും അത് ഒരു റൂമിന്റെ അകത്ത് കയറി പോകുമ്പോൾ ആ ഒരു കണ്ണാടി ഡോറാണ്. അത് അവൻ പതുക്കെ അവൾക്ക് ശബ്ദം കേൾപ്പിക്കാതെ അങ്ങ് കുറ്റിയിടും. ഇവൾക്കറിയാം അവിടെ ഒരു ഡോർ ഉണ്ടെന്ന്. പക്ഷെ അത് അടച്ചത് ഇവൾ കേട്ടില്ല. അപ്പോൾ ഇവൻ വന്നിട്ട് എന്ത് ചെയ്യും, അപ്പൊ ഇവർക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു ഹോബി ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഓടി വന്ന് വീഴുന്നത് കട്ടിലുമേ വീണിട്ട് കൈ കൊള്ളുന്നത് ഒരു കത്തിരയിലാണ്. അപ്പൊ ആ കത്തിര എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ബാക്കി വെക്കും. അപ്പൊ അത് അവൻ കണ്ടിട്ടില്ല. അപ്പൊ വില്ലനകത്ത് കയറി വരുമ്പോ ആ പതുക്കെ കുറ്റിയിടും. അപ്പൊ കണ്ണാടി ഡോറാണ്. സോ ഹി ഹാസ് ടു കം. എന്നിട്ട് ഫോണിന്റെ വയറ് എന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റും.
ആൻഡ് ഹി ഹാസ് ടു ട്രൈ ടു കിൽ മീ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അത് പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്രീം ചെയ്ത് ഐ എം സപ്പോസ് ടു പുൾ ഇറ്റ് ഔട്ട് ആൻഡ് കത്തിര എടുത്തിട്ട് അവനെ ഒരൊറ്റ കുത്തു വെച്ച് കൊടുത്തിട്ട് ഓടണം. ഇതാണ് ഷോട്ട്. അപ്പോൾ ഡയറക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓടി വരുമ്പോൾ ഈ കണ്ണാടിയുടെ ചില്ലില് തലയോ കയ്യോ ഒന്നും കൊള്ളരുത്, ഔട്ട് സൈഡിൽ വുഡൻ ഫ്രെയിം ഉണ്ട്, അവിടെ വരെ വരാവൂ, സ്റ്റോപ്പ്, കൈ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഓൺ ദ വുഡൻ ഫ്രെയിം. ഞാൻ പറഞ്ഞു ശരി. ഈ ഷോട്ട് എടുക്കാൻ പോയി. അപ്പൊ ക്യാമറ ഇസ് ഔട്ട് സൈഡ്, മറ്റേ കണ്ണാടി ഡോറിന്റെ ഔട്ട് സൈഡിലാണ്. ഇവിടെ ഞാനും മറ്റേ വില്ലൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ആള് മാത്രം. അപ്പോൾ പുള്ളി വന്നു, കുറ്റിയിട്ടു വന്നു, ഇതൊക്കെ ചെയ്തു. ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞു കുറ്റിയിട്ട് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. വലിയ കാര്യമായിട്ട് ഓടിപ്പോയിട്ട് 2 കൈയും ഫ്രെയിമിൽ വെച്ചു, എൻ്റെ തല കൊണ്ടുപോയി അതിലിടിച്ചു കണ്ണാടിയില്. ആ കണ്ണാടി മൊത്തം പൊട്ടി. ആ ഷോട്ട് നമുക്ക് അപ്പോഴൊക്കെ റഷസ് അല്ലേ, മോണിറ്റർ ഒന്നും ഇല്ലല്ലോ കാണാൻ. ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞപ്പോൾ അവരൊറ്റ സ്ലൈസ് വന്നിട്ട് ഇങ്ങനെ ഇവിടെ കയറല്ലേ. ഞാനതിൽ അപ്പോൾ അവർ കണ്ടപ്പോൾ ഇത് എന്നിട്ട് കുറേ ചീത്ത പിന്നെ ഡയറക്ടർ വന്നിട്ട് യോ ദൈവമേ ഇങ്ങനെ എൻ്റെ നിൻ്റെ അമ്മയൊക്കെ എന്ത് പറയും ഇങ്ങനെയാണ്. കാരണം ഇത് ഇവിടെ കയറി ഭാഗ്യത്തിന് നത്തിങ് വെരി സീരിയസ് ഹാപ്പൻ. അതിനുശേഷം ആ സ്റ്റണ്ട്മാൻ ചെയ്തപ്പോൾ അവൻ്റെ ഇവിടെ കയറല്ലോ, അയ്യോ ഹി വാസ് ലൈക്ക് ടോട്ടലി ഇൻജേർഡ്. അതാണ് രണ്ടാമത്തേത്. പിന്നെ ഉള്ളത് നമ്മുടെ തക്ഷശീല പടത്തില് ചേച്ചി കംപ്ലീറ്റ് ആയിട്ട് ഇതാണ്. അപ്പൊ ഓരോ സിനിമയ്ക്ക് ടോം ക്രൂസ് കഴിഞ്ഞിട്ട് ഞാനാ സ്റ്റണ്ട് സീനേ ചെയ്യാതെ തന്നെ ഫുൾ എല്ലാ ആക്സിഡന്റ് പ്രോൺ ആയിട്ടും എല്ലാം ഇതും. സുഹൃതം മാത്രമേ ഉള്ളൂ ശരിക്കും റിയൽ ലൈഫില് കാർ ആക്സിഡന്റ് ഉണ്ടായത്. തക്ഷശീല നമ്മുടെ മോളില് മറ്റേ മലയുടെ അവിടെ ആണല്ലോ ഷൂട്ടൊക്കെ ചെയ്തത്. അപ്പൊ ഒരു റിസബാവ വണ്ടിക്കകത്ത് ഇരുന്നിട്ട്, ഞാനൊരു കസ്റ്റംസ് ഓഫീസർ ആണല്ലോ അതിൽ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്നെ അതിൽ റിസബാവ ഇങ്ങനെ പിടിച്ചിട്ട് ഹി പുൾസ് മീ അലോങ് വിത്ത് ദ കാർ, എന്നിട്ട് ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കും. ഞാൻ അതിൽ തലയിടിച്ചിട്ടാണ് മരിക്കുന്നത് അതില്. ആ ഷോട്ടില് അവര് ടൈമിങ് തെറ്റിപ്പോയി. അവര് വണ്ടി എടുത്തതും റിസബാവ എന്നെ തള്ളിയത് വേറെ പാറയുടെ ഇപ്പുറത്തായിരുന്നു. അപ്പുറത്ത് പാറയില് അവർ ഒരു പില്ലോ വെച്ചേക്കുമായിരുന്നു. അപ്പൊ നമ്മൾ തള്ളിയാലും നമ്മൾ കയ്യോ തലയോ ഇടിച്ചാലും ഇറ്റ് വിൽ ബി ദ പില്ലോ. ഇത് പില്ലോ ഇല്ലാത്ത സ്ഥലത്ത് തള്ളി. അപ്പൊ ആ ഒരു ഇമ്പാക്റ്റില് ഞാൻ പോയിട്ട് ഇങ്ങനെ. ഇപ്പോ സുരേഷ് കുമാറൊക്കെ പ്രൊഡ്യൂസർ അവിടെ അയ്യോ ഒരൊറ്റ വിളിയാണ് എല്ലാവരും കൂടി. കാരണം ദേ തോട്ട് കഴിഞ്ഞത് ശാന്തിയുടെ ജോലി. നോക്കിയപ്പോ എന്തോ ദൈവാധീനം കൊണ്ട് മൈ ഹാൻഡ്സ് വെർ ഓൺലി ദേർ. തല ഇടിച്ചില്ല. തല ഇടിച്ചിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ. ബിക്കോസ് ആ ഇമ്പാക്റ്റിൽ നമ്മൾ പോയി വീഴുകയും ചെയ്യുന്നല്ലോ. That was an amazing accident. അതൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സുഹൃതത്തില് നടന്നത് ശരിക്കും റിയൽ ലൈഫിൽ നടന്നാണ്, സിനിമ സെറ്റിലല്ല. അവിടെ തന്നെ എന്തോ ആയിരുന്നില്ലേ നമ്മുടെ ആക്ടർ മോനിഷ മരിച്ചതും കുറച്ച് അതേ സെയിം ഒരു ഇതില് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയപ്പോഴേക്കും ഒരു ജീപ്പിൽ ഫ്രണ്ടിൽ ഇടിച്ചിട്ട് എന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാ. കാരണം ഡാൻസ് പ്രോഗ്രാം കൊല്ലത്തോ എവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് ലൊക്കേഷനിലോട്ട് പോവാ. കാരണം അവർ പറഞ്ഞു മമ്മൂക്കയുടെ ഡേറ്റ് ഇല്ല. ഞാൻ ചോദിച്ചു നാളെ വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല, മമ്മൂക്കയുടെ ഇത് കഴിഞ്ഞിട്ട് വേണം, മമ്മൂക്കയുടെ താടിയൊക്കെ വടിച്ചിട്ട് അവിടെ പോയി മറ്റേ എന്താണ് ഒരു ഹൈ റേഞ്ചിലൊക്കെ ഒരു ഷൂട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. സോ ദേ ഹാഡ് ടു ഫിനിഷ് ദാറ്റ് സീൻ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്നാണ് ആക്സിഡന്റ് ആവുന്നത്. അപ്പൊ അവർ ഷെഡ്യൂൾ പാക്കപ്പ് ചെയ്ത് ഷെഡ്യൂൾ അവർ മാറ്റിയൊക്കെ നമുക്ക് മറ്റേ താടിയൊക്കെ പഠിച്ച് ഹി ഹാഡ് ടു ഗോ ഡു ദ അതർ സീൻസ്. തിരിച്ചു വന്നപ്പോഴേക്കും താടി ഒട്ടിക്കണമായിരുന്നു. ഞാനിത് കുറെ ഒരു മോർ ദൻ എ മന്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെയർ സ്റ്റൈല് മാറി. കാരണം ഇവിടെ സ്റ്റിച്ചസ് ഇപ്പൊ കാണാമല്ലോ എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ. സോ അത് ഒക്കെ ആയിരുന്നു എനിക്ക് ആ ഷോട്ടില്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഷോട്ടിൽ പോയപ്പോ മമ്മൂക്ക താടിയൊക്കെ ഒട്ടിക്കായിരുന്നല്ലോ. അപ്പൊ മമ്മൂക്ക ഇങ്ങനെ ഇടയ്ക്ക് അപ്പൊ അത് സംസാരിക്കാനൊക്കെ വലിയ പാടാണല്ലോ ഇവർക്കൊക്കെ ഈ താടി വെച്ച് ഒട്ടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ഇതിങ്ങനെ. ശാന്തികൃഷ്ണ വണ്ടിയുടെ അടി പോകാൻ കണ്ട സമയം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ ആ പോട്ടെ. അതുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഇതൊക്കെ അതുകൊണ്ട് ഒട്ടിച്ചു, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. അങ്ങനെ അതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഏരിയ അപ്പൊ ആ റോഡ് അത്ര സേഫ് അല്ല. അതുകൊണ്ട് ദാറ്റ് വാസ് എ ടെറിബിൾ ആക്സിഡന്റ്. അതൊക്കെ ദൈവാധീനം അമ്മയുടെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം ഐ തിങ്ക് ഞാൻ രക്ഷപ്പെട്ടു ആ സമയത്ത്. അല്ല ആ ഏരിയ തന്നെ മോനിഷ മരിക്കുന്ന സ്ഥലം ചേച്ചി ഇൻഫാക്ട് ആ ഹോസ്പിറ്റലിൽ ദേ റിഫ്യൂസ് ടു ടേക്ക് മീ എന്നാ പറഞ്ഞ പിന്നീട് കേട്ടത്. രാജൻ പി ദേവ് ചേട്ടനാണ് ആദ്യം അവിടെ വരുന്നത്. ബിക്കോസ് അവിടെ ഏകദേശം ആയിരം ചേട്ടൻ അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിൽ ആദ്യം വന്നത് രാജൻ പി ദേവാണ്. ചേട്ടൻ വന്നു. അതിന് മുരളിച്ചേട്ടനൊക്കെ എന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ മുരളിച്ചേട്ടൻ വന്ന് കാണാമെന്നായിരുന്നു. അങ്ങനെ പ്രസ്സൊക്കെ പിന്നെ കംപ്ലീറ്റ് ബാൻഡേജ്ഡ് ആണ് അതിൻ്റെ തലയൊക്കെ ആ സമയത്ത്. ദേ ഹാഡ് ടു ഡു ബ്രെയിൻ ഇതൊക്കെ നോക്കണമായിരുന്നു, MRI ഒക്കെ നോക്കിയായിരുന്നു. ബിക്കോസ് കംപ്ലീറ്റ് ഇവിടെ തല ഇടിച്ചിട്ടാണ് ഇവിടുന്ന് ഇവിടം വരെ 44 സ്റ്റിച്ചസ് എന്തോ ആണ്. അത്രയും വലിയ ആക്സിഡന്റ് ആയിരുന്നു. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ ചേച്ചി ബാക്ക് ടു ഷൂട്ടിംഗിലേക്ക് വരാൻ പറ്റിയല്ലേ? സോ അങ്ങനെയാണ് ഒരു ആക്സിഡന്റ് പ്രോൺ കാരിയാണ് ഞാൻ.
ദൈവം അവിടെ നിക്കട്ടെ. ഇനി അടുത്തെങ്ങും ഒരു ആക്സിഡന്റും ഒരു സ്ഥലത്തേക്കും ഒന്നും വരണ്ട. അതെ, സിനിമയുടെ അതിലെ ഒരു സെറ്റിലും വേണ്ട. അതന്നെ ഒരു സിനിമ മറ്റേ ഒരു ഹിന്ദി സീരിയലിൽ അവർ പറയാറുണ്ട്, കാണിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാം. ആ. എന്താ അറിയോ? ശാന്തി ചേച്ചി, അയ്യോ എന്റെ അമ്മ, അതാരാ? അതാരാ? ശാന്തി ചേച്ചി, ഓ ശാന്തി ചേച്ചി, എന്റെ അമ്മ, ഞാൻ പേടിച്ചു പോയി. എന്നെ മനസ്സിലായോ? മനസ്സിലായി. I'm her biggest fan. ആണോ? എനിക്ക് മാമിനെ എന്ത് ഇഷ്ടമാണെന്നറിയോ? അയ്യോ so എന്ത് cute. സുന്ദരിയാ, your curly hair. വെരി ഫെയർ. ഐസ് ആർ ബ്ലൂ. ഐസ് ബ്ലൂ അല്ല. പണ്ട് ഇതേപോലെ ചേച്ചി ഇരിക്കൂ. പണ്ടുണ്ടല്ലോ എനിക്ക് ഇതേപോലെ ഒന്നുമില്ല, കൊറേ മുടി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും മാമിന്റെ മുടി പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, പെൺകുട്ടികൾക്ക് കൊറേ മുടിയുള്ളപ്പോ എല്ലാവരും ശാന്തി കൃഷ്ണയുടെ മുടി പോലെ. എനിക്ക് ഇപ്പോഴും സീക്രട്ട് പറയാം, ക്യാമറ കാണരുത് കേട്ടോ. പണ്ടത്തെ ഇത്ര മുടിയൊന്നും എന്റെ മുടിയില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. ബിഗ് ആയിരുന്നു, ഫുൾ പറ്റിക്കലായിരുന്നു ആക്ടിങ് സമയത്ത്. മുടി ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ കാണിച്ചതൊക്കെ ചുമ്മാ. ചുമ്മാ. പക്ഷെ ആൾക്കാർ വിശ്വസിച്ചു, കാരണം അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നല്ലോ. അതെ, മടങ്ങോല പോലത്തെ മുടി, അതിലെ കുറച്ച് തുളസി കതിരൊക്കെ ചൂടി അമ്പലത്തിൽ പോയി ദേവി എന്നൊക്കെ പറഞ്ഞു അല്ലേ. എന്തൊരു അഭിനയായിരുന്നു ചേച്ചി. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കുള്ള ശാന്തി എന്താണെന്നുള്ളത്. എന്റെ നല്ല ഇമേജ് കളയല്ലേ. ഇല്ല ചേച്ചി, ഇതാണ് നല്ല ചിൽ മൂഡ്. അതെ. ആണോ? അല്ല, അതാണ് എന്താ ഇഷ്ടം. പേരെന്താ? ദുർഗ. ദുർഗ. ആ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന സുഹൃതൻ ക്യാരക്ടറിനെ കുറിച്ച്, അത് ദുർഗയല്ലേ ആ ക്യാരക്ടർ? അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ വിളിച്ചത്. ആണോ പ്രൊഡ്യൂസറെ? അതറിഞ്ഞു വിളിച്ചാണോ? അല്ലേ? അല്ല അല്ല അല്ല. അപ്പൊ കറക്റ്റ് സുഹൃത്തിനെ കുറിച്ച് സംസാരിച്ചു അത് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ ഒരാള് വന്നത്. ശാന്തി ചേച്ചി, ഞാൻ പാലക്കാട് നിന്ന് വരുവാ. ഇപ്പോഴോ? ചേച്ചി ഗസ്റ്റാന്ന് അറിഞ്ഞിട്ട്. പാലക്കാടാണല്ലോ എന്റെ നാട്. എന്റെ നാട് അവിടെയാ. ആണോ? ചേച്ചിയുടെ വീട് പാലക്കാട് അവിടെ അടുത്താണോ? നിങ്ങൾക്ക് അറിയോ അവിടെ ഒക്കെ? അതൊന്നും അറിയില്ല. ഞാനൊക്കെ തീരെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞാൻ അവിടുന്ന് ഇതുവരെ വന്നേക്കാണ്. അയ്യോടാ. മോള് എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ പഠിക്കല് കഴിഞ്ഞിട്ടിരിക്കുവാ, മാസ്റ്റേഴ്സ് കഴിഞ്ഞു. വാവ്, ഷീ ഡസന്റ് ലുക്ക് ലൈക്ക് ദാറ്റ്. മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തു. ഞാൻ ഇപ്പോഴും സ്കൂളിൽ പോകുന്ന കുട്ടിയാന്ന് വിചാരിച്ചു. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? എനിക്കൊരു പാട്ട് പാടി തരുമോ? ഓക്കേ. വെണ്ണിലാവോ ചന്ദനമോ കണ്ണനുണ്ണി നിന്നഴകിൽ കനവിലെന്തേ കമ്മടിയോ കണ്ണിടാവോ പാൽമുനിയോ നീലവാർ മുടിയിൽ മയിൽ പീലിയോ പൂവോ മൊഴിയോ ചിരിയോ. ഓ, എത്ര പിക്സ് വരെയൊക്കെ എടുത്ത് കിട്ടണ്ടേ? ഓക്കേ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. കൂടി എടുക്കോ? പിന്നെന്താ? ഫോട്ടോയോ? വരൂ, ഇരിക്കണോ നിൽക്കണോ? ചേച്ചി അവിടെ ഇരുന്നു വന്നാ? സെൽഫി മതി, ഞാൻ എടുക്കാം. ആണോ? ആണോ? അപ്പൊ മോള് എവിടെ ഇരുന്നോ? പാലക്കാട് നിന്ന് വന്നതല്ലേ? അതെ. ദുർഗക്കുട്ടി. പാലക്കാട് നിന്നതിന്റെ ഒരു നൈസ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ശാന്തി ബ്ലെസ് യു. ചേച്ചിയുടെ മൂവീസ് എല്ലാം കണ്ടിട്ടുണ്ടോ? എല്ലാ മൂവീസും അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ ഏതൊക്കെ പടം കാണാൻ. അപ്പൂസ് പറഞ്ഞു കൊടുത്തു. ചകോരം കണ്ടിട്ട് favorite ഇങ്ങോട്ട് വന്നേ. bold താങ്ക് യു ഫോർ സെയിങ് ദാറ്റ്. കാരണം അത് ആരും പറയാറില്ല. മോള് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അതായത് ആ ഒരു ബോൾഡ് ക്യാരക്ടർ നമ്മൾ അങ്ങനെ മറക്കില്ലല്ലോ ശാന്തി ചേച്ചിന്റെ. തീർച്ചയായിട്ടും ദാറ്റ് ഇസ് വൺ ഓഫ് അല്ല എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ. ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണല്ലോ അവാർഡ് കിട്ടിയതും അതിന് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയതാണ് കഥാപാത്രത്തിന്. Thank you so much, മോളെ. ദുർഗ, താങ്ക് യു കേട്ടോ. Thank you. ശരി, ഓക്കെ, ബൈ, കാണാം. താങ്ക് യു. ബൈ.